സഫാരി ഡൈക്കോർ രാവിലെ കോൾഡ് സ്റ്റാർട്ട് എടുക്കാം. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല 2 വണ്ടിയും. അപ്പോൾ 2 days. ബിസ്മില്ലാ. കുഴപ്പമില്ലല്ലേ? ഒന്ന് ഓടാനുണ്ട്. നന്നായിട്ടൊന്ന് വണ്ടി ഒന്ന് ഓടിയിട്ട് ഒന്ന് ചാർജ് ആക്കണം. ബാറ്ററി കുറേ അടിച്ചത് കൊണ്ട് അന്ന് രാത്രിയാണല്ലോ പിന്നെ ഓടിയത്. അപ്പോൾ കുറച്ചൊന്ന് റൈഡ് ചെയ്തിട്ടൊന്ന് ബാറ്ററി ചാർജ് ആവട്ടെ. ആക്സിലേറ്റർ പെഡലിൻ്റെ മേലെ മറ്റു സാധനം വെച്ച് നല്ല സുഖമായിട്ട് ചവിട്ടാൻ നമ്മളത് നല്ലത് വെക്കണം. ഇൻഷാല്ലാ. AC-യുടെ ബെൽറ്റ് മാറിയതിന് ശേഷമുള്ള സൗണ്ടാണ് അത്. എന്തായാലും വർഷാപ്പിലാകും സെറ്റ് ചെയ്ത് സൗണ്ട് സുഖമില്ല. ഓക്കെ അല്ലേ? എൻ്റെത് ഇങ്ങനെയാണ് പറഞ്ഞില്ല. അതിൻ്റെ ആക്സിലേറ്റർ പെഡൽ നല്ല രസമുണ്ട്. അത് ചവിട്ടാൻ നല്ല സുഖമുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പ്ലേറ്റ് പോലെ വരും. ഇത് 2.2 ഡൈക്കോറിൻ്റെ പെഡലാണ് ശരിക്കും, 3 ലിറ്ററിൻ്റെതല്ല. ഞാൻ ഇതിലേക്ക് സ്യൂട്ടാക്കിയതാണ് പെഡൽ. ഏകദേശം കുറേ സാധനം ഇപ്പോൾ 2.2 ഡൈക്കോറിൻ്റെതാണ്. ഇത് 2.2 ഡൈക്കോറിൻ്റെ സീറ്റാണ്. പെഡല്, സ്റ്റിയറിങ്ങിൻ്റെ പമ്പ്, സ്റ്റിയറിംഗ് ബോക്സ്, പിന്നെ ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ബൂസ്റ്റർ പ്ലസ് MC ഗേറ്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ 2.2 ഡൈക്കോറിൻ്റെ വന്നു. ഇത് 2.2 ഡൈക്കോറിൻ്റെതാണ്. മിറർ 2.2 ഡൈക്കോറിൻ്റെതാണ്. ആ സെൻട്രൽ കൺസോള് കംപ്ലീറ്റ് ബട്ടൺ അടക്കം എല്ലാം 2.2 ഡൈക്കോറിൻ്റെതാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ട്യൂട്ടർ അടക്കം ഇതൊക്കെ GX-ൻ്റെ ഒരു വണ്ടിയിൽ നിന്ന് എടുത്തൊരു ബ്ലാക്ക് ട്യൂട്ടറാണ്. 2.2 ഡൈക്കോറിൻ്റെ കറക്റ്റ് വർക്കിംഗ് ആണ്. ഇതിൽ ആൽഫൈൻ്റെ ഒറിജിനൽ ആൽഫൈൻ്റെ സാധനമാണ്. പക്ഷെ ഇതിൽ ഓൾറെഡി വയർ കണക്ഷൻ ഉള്ളതുകൊണ്ട് ഒന്നും നോക്കണ്ടേ വന്നില്ല. ഇതിലാദ്യം LX-ൽ ഈ പിന്നെ ട്യൂട്ടറിനുള്ള ഹോള് അടച്ചിട്ടേ ഉണ്ടായിരുന്നു. എന്ന് പറയുന്ന ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. LX-ലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ വയർ കണക്ഷൻ ജസ്റ്റ് കൊടുത്തപ്പോൾ കറക്റ്റായിരുന്നു. ട്യൂട്ടർ വർക്കിംഗ് ആണ്. ഈ ഒരു പീസ് നമ്മളെ പൊട്ടിപ്പോയി. ഞാൻ ഇത് ഫിറ്റാക്കുന്ന സമയത്ത് ഇതിനെ ഷെയ്ക്കുണ്ട്. ഇതൊന്ന് മാറ്റി ഫിറ്റ് ചെയ്യണം.